അസ്സലാമു അലൈക്കും. നിങ്ങളിത് നിങ്ങളെ അളിയന് മുജീബ് ബാബിക്ക് കേൾപ്പിച്ചിട്ട് ഇതിൻ്റെ ശരിയായ വിധി എന്താണ്? മഹല്ലുകാർ കുറ്റക്കാരാകോ ജുമാ നടത്തിയിട്ടില്ലെങ്കിൽ? ഇനി അവിടെ ഇപ്പോൾ 40 ആളുകൾ വരാൻ പ്രയാസമാണെങ്കിൽ, ഇത്തരം മഹല്ലുകളിൽ പ്രയാസമാണെങ്കിൽ ഒരു 4 ആളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 12 ആളുകളെ വെച്ചിട്ടോ ജുമാ നടത്തുന്നതിൻ്റെ വിധി എന്താണ്? ഇതൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഈ വാട്സപ്പിൽ ഒന്ന് ഉടനെ അറിയിക്കണം. ഇതൊരു മഹല്ലുകാർ ചോദിച്ചതാണ്, അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ തങ്ങൾ ഉസ്താദ് പറഞ്ഞ ഈ വിധി ഫിഖ് സംബന്ധമായിട്ട് ശരിയാണോ ഇല്ലേ അതും പറയണം. ഇനി 12 ആളോ 4 ആളോ വെച്ചിട്ട് ജുമാ അവിടെ അങ്ങനെ ദോറസ്കരിക്കാനൊക്കെ മാറ്റി തന്നെ കുറഞ്ഞ ആളുകളെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ തങ്ങൾ ഉസ്താദ് പറഞ്ഞ ഈ കുറ്റത്തൊന്നും കഴിച്ചിലാവോ, അല്ലെങ്കിൽ അവർ കുറ്റം എന്ന് പറഞ്ഞത് ശരിയാണോ, അതിൻ്റെ ഒരു ശരിയായൊരു വിധി ഒന്ന് വോയിസ് ക്ലിപ്പിലായിട്ട് ഒന്ന് അയച്ചു തരാൻ വേണ്ടി പറയണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ജുമാ നിർബന്ധമാണോ എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് മൗലവിമാരൊക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അത് സാധാരണക്കാർക്ക് വ്യക്തമാവുകയും എല്ലാവരും ഒന്നിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുമായിരുന്നു. ചിലർ പറയുന്നു, ചിലർ പറയുന്നില്ല. ചിലർ നിർബന്ധമാണ് എന്ന് തീർത്ത് പറയുന്നില്ല. ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷനായ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഔദ്യോഗിക സംഘടനാ നേതാക്കളൊക്കെ പറഞ്ഞത് കേട്ട് നോക്കുമ്പോൾ ജാഗ്രത പാലിച്ചുകൊണ്ട് ജുമാ നടത്തണമെന്ന് തന്നെയാണ്. കാര്യങ്ങൾ മൊത്തത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, എനിക്ക് മനസ്സിലായ കാര്യം പറയാണ്, ഇതുവരെ ജുമാ മുടങ്ങിയത് ഒത്തുകൂടാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. അഥവാ സർക്കാർ അനുവദിച്ചില്ല, അങ്ങനെ ഒരു സ്ഥലത്ത് 40 ആൾക്ക് ഒത്തുകൂടാൻ സാധിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതോടൊപ്പം പിന്നെ ഒത്തുകൂടുമ്പോൾ രോഗം വ്യാപിക്കാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് പറഞ്ഞ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് 1-2 മാസമായിപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ തുറക്കരുത് എന്ന് പറഞ്ഞവർ തന്നെ പള്ളി തുറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ഒത്തുകൂടാൻ പറ്റാത്ത ഒരു സ്ഥിതി എന്ന കാരണം ഇവിടെ നീങ്ങിയിട്ടുണ്ട്. ആ കാരണം ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ ജുമാ നിർബന്ധമില്ല എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഒരു ഉദുറ് ചൂണ്ടിക്കാണിക്കാൻ പറ്റണ്ടേ? പല ഉദുറുകളും, ജമാഅത്തിൻ്റെ മിക്ക ഉദുറും ജുമാക്ക് ഉദുറാണ്. അപ്പോൾ ജമാഅത്ത് ഇന്ന് പല ഉദുറും പറ്റുന്നുണ്ട് നിർബന്ധമാകാതിരിക്കാൻ. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ പറയുന്നത് ചിലരൊക്കെ ഹൗഫിൻ്റെ വിഷയമാണ്. ഹൗഫ്, ഭയം. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്ത് ഹൗഫാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഭയം എന്നത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന സംഗതിയല്ല, ഉണ്ടാണ്ടൊരു സംഗതിയാണ് പേടി എന്നുള്ളത്. ഹൗഫുൽ ആലിമ് ഒരു ഉദറായിട്ട് പറ്റുന്ന അക്രമിയെ പേടിക്കുക, നമ്മൾ അഭിമാനം, ശരീരം, ധനം, ഇതൊക്കെ ജമാഅത്തിൻ്റെ ഉദറായി പറ്റുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പേടി എന്നത് പറയുന്നത് രോഗവ്യാപനം. അപ്പോൾ ആകെ പറയാനുള്ളത് ഇപ്പോൾ അതാണ്, രോഗവ്യാപനം. കാരണം സർക്കാർ ഇപ്പം അനുവദിച്ച് 100 ആളുകൾക്ക് പങ്കെടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒത്തുകൂടാൻ പറ്റാത്ത പ്രശ്നമില്ല. പിന്നെ ഈ ഹൗഫിൻ്റെ വിഷയമാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തുമ്പോൾ അത് വെറും ഒരു ജുമേൻ്റെ അവിടെ മാത്രം പറയുന്നൊരു ഹൗഫ്. മൊത്തത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങാടി തുറന്നിട്ടുണ്ട്, കടകൾ തുറന്നിട്ടുണ്ട്, ജനങ്ങളെല്ലാ വസ്തുക്കളും വാങ്ങാൻ വേണ്ടി പുറത്തു പോകുന്നുണ്ട്, ഒരാവശ്യത്തിനൊക്കെ പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പൊക്കെ പറയുന്നത് മാസ്ക് ധരിച്ച് അകലം പാലിച്ച് പുറത്തു പോകാം, അങ്ങനെ പുറത്തു പോകുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ അപ്പറയത്തൊക്കെ നിലക്കുള്ള വലിയൊരു പേടിയില്ല എന്നുള്ളത് ജീവിത ഇടപാട് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളെ കാര്യം, 60-65 വയസ്സിൻ്റെ മേലുള്ള ആൾക്കാരുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളത് പിന്നെ ജാഗ്രത പാലിച്ചുകൊണ്ട് പുറത്തു പോകുന്നുണ്ട്. അപ്പം അന്നലക്കുള്ള ഹൗഫ് ഇല്ല, പേടിയില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. ഓരോരുത്തർ ഇടപെടൽ കൊണ്ട് തന്നെ അത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഹൗഫ് എന്നത് പറയുന്നത് ഒരു ന്യായമായ കാരണമായിട്ട് തോന്നുന്നു. അപ്പോൾ ആകെ പറയാനുള്ളത് ഹൗഫാണ്. ആ ഹൗഫ് ഒരു ന്യായമായ കാരണമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അന്നലക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു ഉദുറ് കാണുന്നില്ല. ജമാഅത്ത് മുടക്കണമെങ്കിൽ ഒരു ഉദുറ് വേണ്ടേ?
അപ്പോൾ ഒരു ഉതിറ് പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല. കാരണം ഗവൺമെൻറ് പിന്നെ സർക്കാർ 100 ആളുകൾക്ക് വരെ പങ്കെടുക്കുക അനുവാദം നൽകിയിട്ടുണ്ട്. വിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. 1 മീറ്റർ വിട്ട് നിന്ന് അത് ഓലപ്പുറം പോലെ മാസ്ക് ധരിക്കുകയാണെങ്കിൽ മാസ്ക് ധരിച്ച് അകലം പാലിച്ച് നിസ്കരിക്കാനോ. അപ്പം പിന്നെ പറയുന്നത് മറ്റുള്ള പല നാട്ടിലുള്ള ആൾക്കാർ പിന്നെ യാത്ര അതൊക്കെ ശ്രദ്ധിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ വളണ്ടിയേഴ്സിനെ നിർത്താം, മുൻകൂട്ടി അറിയിച്ച് മഹല്ലിലുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ എന്ന് അറിയിച്ച് അവർക്ക് വേണമെങ്കിൽ പാസ് കൊടുത്ത് 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ വരരുത്, 60 വയസ്സ് മേലുള്ള പ്രായമുള്ളവർ വരരുത് എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് വന്ന് ഖുത്ബ തുടങ്ങാൻ നേരത്ത് വന്ന് പിന്നെ ഖുത്ബ വേണമെങ്കിൽ ചുരുക്കി ഓതുകയും ചെയ്യാം. വേഗം നിസ്കരിച്ച് സ്ഥലം വിട്ട് പള്ളി പൂട്ടാം. അപ്പം പിന്നെ അന്നേരമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഉതിർ ഇവിടെ കാണുന്നില്ല. എന്തൊരു ഉതിർ, ന്യായമായൊരു ഉതിർ കാണിക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഒത്തുകൂടാൻ പറ്റാത്ത പ്രശ്നമില്ല. പള്ളി ഇവിടെ തുറക്കാൻ അനുവാദം നൽകി, വിട്ട് നിൽക്കുന്നതിനുമില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ പറയപ്പെട്ട ഉതിറില്ലാത്ത ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് ജുമ നിർബന്ധമാണ് തന്നെയാണ് മനസ്സിലാകുന്നത്. മറ്റുള്ളതെല്ലാം പരിഹരിക്കാൻ പറ്റും. നമ്മൾ പരിഹരിക്കുക വേണ്ടത്, അതിനെ നിയമമൊക്കെ വെച്ചുകൊണ്ട് പരിഹരിക്കാം. അപ്പോൾ അന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ജുമ നിർബന്ധമാവും. അപ്പോൾ ജുമ നിർബന്ധമാകുന്ന സ്ഥിതിയിൽ നേരത്തെ ലൂറ് നിസ്കരിച്ചാൽ ലൂറും ശരിയാവില്ല. ഇനി എല്ലാവരും സഹകരിക്കുന്നില്ല. ഇതിപ്പോൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ലല്ലോ. ചുരുങ്ങിയത് 40 ആളുകൾ ഇതിപ്പോൾ വിചാരിക്കണം. നമ്മളെ വിചാരിച്ച പോലെ ചിന്തിച്ച പോലെ 40 ആളുകൾ ചിന്തിച്ചാലേ ഇപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ ജുമ നടത്താൻ കഴിയുള്ളൂ. ഇനി പള്ളി കമ്മിറ്റിക്കാർ പള്ളി തുറക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീടിൻ്റെ മുറ്റത്ത് വെച്ചോ മറ്റോ പറ്റുമെങ്കിൽ അങ്ങനെ നടത്തണം. 40 ആളും ഇത് പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ചിന്തിച്ച് അനുകൂലിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം 40 ആളെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഷാഫി മതപ്രകാരം ജുമ നിർബന്ധമില്ല, നമ്മൾ കുറ്റക്കാരാകുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം സ്വീകരിക്കാം. അതിപ്പോൾ നിർബന്ധമില്ല, 12 ആൾ മതി, 4 ആൾ മതി, 2 ആൾ മതി എന്ന് വരെ അഭിപ്രായം നമ്മളെ മതത്തിൽ തന്നെ ഉണ്ട്. അത് സ്വീകരിച്ചിട്ട് നമുക്ക് പിന്നെ ജുമ നിസ്കരിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. പ്രബല അഭിപ്രായ പ്രകാരം 40 ആളെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരെ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ ജുമ നിർബന്ധമുള്ള ഒരു നാട്ടുകാർ ജുമ മുടക്കി കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ലൂറ് നിസ്കരിക്കാൻ പറ്റുമെന്നുള്ളൊരു മസാല പ്രശ്നം അവിടെ വരും. അതുവരെ അല്ലെങ്കിൽ ആ നാട്ടുകാർ പിന്നെ ജുമ നിസ്കരിക്കൂല എന്നുള്ളത് ഓല നടപടി കൊണ്ട് സാധാരണ ആദത്തനുസരിച്ച് നമുക്ക് ബോധ്യപ്പെടണം. അപ്പോൾ ആദത്തനുസരിച്ച് നമുക്ക് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ അവസാന ടൈമിലെത്തണം. അങ്ങനെയാകുമ്പോൾ ലൂറ് നിസ്കരിക്കും. ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഈ അഭിപ്രായം അനുസരിച്ചിട്ട് 4 ആളെ കൊണ്ടോ 12 ആളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് ജുമ നിസ്കരിച്ചാൽ നമുക്കൊരു ആശ്വാസം കിട്ടും. അതാണ് 40 ആൾ സഹകരിക്കാത്തടത്ത് പിന്നെ നിർബന്ധമില്ല. ഇങ്ങനെയാണ് ഈ വിഷയസംബന്ധമായിട്ട് മനസ്സിലാകുന്നപ്പോൾ മെയിൻ പോയിന്റ് ഇവിടെ ഉതിറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉതിറില്ലാത്ത സ്ഥിതിയിൽ പിന്നെ എങ്ങനെ ജുമ നിർബന്ധമില്ല എന്ന് പറയും എന്നാണ് മനസ്സിലാകുന്നത്. ആകയാൽ ചർച്ചയുടെ മർമ്മ ഇതാണ്. ഒന്ന്, ഒത്തുകൂടാൻ സമ്മതിക്കാത്ത പ്രശ്നം ഇതുവരെ ഉള്ളത്, അതിവിടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ്. ഇനി പറയാനുള്ളത് ആശങ്കയാണ്. പക്ഷെ ആശങ്ക എന്ന് പറയുന്നത് പറയുന്ന നിലയ്ക്ക് നിരുപാധികം ഒരാശങ്ക ഒന്നും ഇപ്പോൾ ഇല്ല. കാരണം ജാഗ്രത പാലിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് ജുമേൻ്റെ കാര്യത്തിന് മാത്രം എന്താ ഒരു ആശങ്ക? 5 10 അല്ലെങ്കിൽ 10 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അതിൻ്റെ ജാഗ്രത അതൊക്കെ പാലിച്ചുകൊണ്ട് പരിഹരിക്കാമല്ലോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വേണമെങ്കിൽ ചർച്ച ചെയ്യാം.